കണ്ണൂരിൽ വൻ സ്ഫോടനം. പൊടിക്കുണ്ട് രാജേന്ദ്രനഗർ കോളനിയിലെ താമസക്കാരനായ അനൂപ് മാലിക്കിന്റെ ഇരുനില കെട്ടിടത്തിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. 5ഓളം വീടുകൾ തകർന്നു. വ്യാഴാഴ്ച രാത്രി 11:45ഓടെയാണ് വൻ സ്ഫോടനമുണ്ടായത്. പുതിയതെരു രാജേന്ദ്രനഗർ കോളനിയിൽ അനൂപ് മാലിക് എന്നയാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സ്ഫോടനം നടന്നത്. വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പടക്ക നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന വെടിമരുന്നുകളാണ് സ്ഫോടനത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അനൂപ് മാലിക്കിന്റെ ഭാര്യയും മകളുമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. സ്ഫോടനത്തിന്റെ ശക്തിയിൽ ഇരുനില വീട് പൂർണ്ണമായും തകർന്നു. പരിസരത്തെ 4 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അനൂപ് മാലിക്കിന്റെ മകൾ ഹിബയെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെടിമരുന്ന് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെട്ടെന്ന് വീട്ടിന്റെ പിന്നിൽ നിന്ന് അതിശക്തമായ സ്ഫോടനം ഉണ്ടായി. അതുപോലെ തീയുടെ ഇതും കണ്ണിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിലെന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ഇവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് വരുമ്പോഴേക്ക് എൻ്റെ റൂം താഴത്ത് മുഴുവനും ജനലുകളുടെ ചില്ല്, പിന്നെ എൻ്റെ അടുക്കള വാതിൽ പൊട്ടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ വാട്ടർ ടാങ്ക് അപ്പാടെ തകർന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇന്ന് ദുഃഖവെള്ളി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കാൽവരിമലയിലെ കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേകം പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടക്കും. തുടർന്ന് ക്രിസ്തുദേവന്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ നഗരത്തിലൂടെ മരക്കുരിശേന്തി പ്രാർത്ഥനാഗീതങ്ങൾ പാടി കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരത്തിൽ സീറോ മലബാർ, മലങ്കര, ലത്തീൻ റിത്തുകൾ സംയുക്തമായാണ് കുരിശിന്റെ വഴി നടത്തുക. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലെത്തിയതോടെ ലോഡ് ഷെഡിംഗ് കൂടുതൽ ഏർപ്പെടുത്താനാണ് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം. നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. ഇത് വ്യാപകമാക്കാനാണ് KSEB നീക്കം. സംസ്ഥാനത്ത് ചൂട് കനത്തതിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണിപ്പോൾ. വേനൽ മഴ വൈകുന്നതും ഉപഭോഗം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ ഇടയാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് KSEB തീരുമാനം. ഇപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും നിലവിലുണ്ട്. ഇത് വ്യാപകമാക്കാനാണ് KSEBയുടെ നീക്കം. എന്നാൽ വാർഷിക പരീക്ഷകൾ നടക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുമാണ് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയത്. 76.63 ദശലക്ഷം യൂണിറ്റ്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനമാകട്ടെ 22.3 ദശലക്ഷം യൂണിറ്റ് മാത്രവും. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്നതടക്കം 71% വൈദ്യുതിയും പുറത്തുനിന്നും കൊണ്ടുവരുന്നതും. ഇതിൽ 65% ഉയർന്ന നിരക്ക് നൽകി വാങ്ങുന്നവയാണ്. പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ വിഹിതം കുറയ്ക്കാനാണ് സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നീക്കം. സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡിന്റെ എല്ലാ ജലസംഭരണികളിലുമായി 1766 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് ശേഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധി ഇത്രമേൽ രൂക്ഷമാകാനിടയാക്കിയതെന്നാണ് വിമർശനം. പ്രതിവർഷം 7000 കോടി രൂപ ചെലവിട്ടാണ് സർക്കാർ വൈദ്യുതി വാങ്ങിയിരുന്നത്. പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനോ പൂർത്തിയാക്കാനോ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വിമർശനാത്മകമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റ് വിഭജന ചർച്ചകളിൽ മുന്നണികൾ. പാലക്കാട് ജില്ലയിലെ ലീഗിനകത്തെ പൊട്ടിത്തെറി UDFന് തലവേദനയാകുന്നു. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന വികസന സന്ദേശയാത്രയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നു. പാർട്ടി വിമതരെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട്ടും മണ്ണാർക്കാട്ടും ലീഗ് ഭാരവാഹിത്വം രാജിവെച്ചവരെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരായി മത്സരിച്ചവരെയും സഹായികളെയും തിരിച്ചെടുത്തതാണ് പാലക്കാട്ടെയും മണ്ണാർക്കാട്ടെയും പ്രശ്നത്തിന് കാരണം. ഇരു മണ്ഡലം കമ്മിറ്റികളിലും പെട്ടവരാണ് നേതൃത്വത്തിന് രാജി നൽകിയത്. മണ്ണാർക്കാട്ടെ പ്രശ്നപരിഹാരത്തിന് പാണക്കാട്ട് ചർച്ച നടന്നെങ്കിലും തീരുമാനമായില്ല. കോട്ടോപ്പാടം പഞ്ചായത്തിൽ വിമതനായി മത്സരിച്ചു ജയിച്ച കല്ലടി അബൂബക്കർ, അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് എന്നിവരെ തിരിച്ചെടുത്ത് ജില്ലാ മണ്ഡലം ഭാരവാഹികളാക്കിയത് അംഗീകരിക്കില്ല നിലപാടിലാണ് രാജിവെച്ചവർ. N ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടിയിലെ പൊട്ടിത്തെറി നേതൃത്വത്തിന് വലിയ തലവേദനയാവുകയാണ്. പാലക്കാട്ട് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് TA അബ്ദുൽ അസീസ് അടക്കമുള്ള ഭാരവാഹികളാണ് രാജിവെച്ചത്. മണ്ഡലം ഭാരവാഹികൾ രാജിഭീഷണി മുഴക്കിയിട്ടുണ്ട്. വിമത കൗൺസിലറായ സയ്യിദലവിയെ തിരിച്ചെടുത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റാക്കിയതാണ് പാലക്കാട്ടെ പ്രശ്നത്തിന് കാരണം. ഷാഫി പറമ്പിൽ നയിക്കുന്ന വികസന സന്ദേശജാഥയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ആളുകളെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ
ഒരു വിഭാഗത്തിന് അസംതൃപ്തിയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് പാർട്ടി നമുക്കറിയാം, അവരുടെ സംസ്ഥാന ലീഡർഷിപ്പും തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇടപെട്ടാൽ തീരാത്ത ഒരു പ്രശ്നവും പാലക്കാടുണ്ടെന്ന്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്നാണ് രാജിവെച്ചവർ പറയുന്നത്. അങ്ങനെ വന്നാൽ പാലക്കാട്ടും മണ്ണാർക്കാട്ടും UDFന് വലിയ തിരിച്ചടിയാവുമത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആറന്മുള സീറ്റ് ഇത്തവണയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പത്തനംതിട്ട DCC പ്രസിഡന്റ് മോഹൻരാജ്. ഇക്കാര്യം KPCC പ്രസിഡന്റ് VM സുധീരനെ മോഹൻരാജ് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചില സീറ്റ് മോഹികൾ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചത് സംഘടനാ വിരുദ്ധമാണെന്ന് മോഹൻരാജ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സീറ്റ് തനിക്ക് വേണമെന്ന് KPCCയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് DCC പ്രസിഡന്റ് മോഹൻരാജ്. ജില്ലയിൽ നിന്നും നൽകിയ പട്ടികയിൽ പ്രധാനമായുമുള്ള പേരും അദ്ദേഹത്തിന്റെ തന്നെയാണ്. മുമ്പ് പലതവണയും തന്റെ പേര് അവസാന നിമിഷം തള്ളിപ്പോവുകയായിരുന്നു. ഇനി അതുണ്ടാവരുത്. 2001 തെരഞ്ഞെടുപ്പിൽ, 2006 തെരഞ്ഞെടുപ്പിൽ, 2011 തെരഞ്ഞെടുപ്പിൽ, ഈ 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ എന്നെ മാറ്റി നിർത്തപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നിശ്ചയമായും നേതൃത്വം അത് ഗൗരവമായി പരിഗണിക്കുകയും ആറന്മുള സീറ്റ് എനിക്ക് തരികയും ചെയ്യുമെന്നാണ് വിശ്വാസം. അതിനിടയിലാണ് കോന്നിയിലും ആറന്മുളയിലുമൊക്കെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ ശിവദാസൻ നായരുടെയും അടൂർ പ്രകാശിന്റെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതും DCC പ്രസിഡന്റിനെ പ്രകോപിതനാക്കിയിട്ടുണ്ട്. പാർട്ടിയും UDFും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ പോസ്റ്റർ ഒട്ടിച്ചത് അച്ചടക്ക ലംഘനമാണെന്ന് DCC പ്രസിഡന്റ് പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടി മോഹൻരാജ് KPCCക്ക് പരാതിയും നൽകി. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ആരായാലും പോസ്റ്ററുകൾ ഒട്ടിക്കുകയോ മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് സംഘടനാ വിരുദ്ധമാണ്, അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതും. എന്തായാലും ഇനി ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് KPCCയും UDFുമാണ്. തന്റെ സ്ഥാനാർത്ഥിത്വം KPCC അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് മോഹൻരാജ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അന്തിമ തീരുമാനമെടുത്ത ശേഷമായിരിക്കും പ്രഖ്യാപനം. തിരുവനന്തപുരം അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരെന്നറിഞ്ഞ ശേഷമായിരിക്കും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. 82 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് BJP സംസ്ഥാന നേതൃത്വം ഇന്ന് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറുന്നത്. തിരുവനന്തപുരമടക്കം BJP പ്രതീക്ഷയർപ്പിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരെന്നറിഞ്ഞ ശേഷമായിരിക്കും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. എന്നാൽ നടൻ സുരേഷ് ഗോപിക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രഥമ പരിഗണന. സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീശാന്ത്, രാഹുൽ ഈശ്വർ തുടങ്ങിയവരെ എവിടെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. ശ്രീശാന്ത് എറണാകുളത്തും രാഹുൽ ഈശ്വർ കാഞ്ഞിരപ്പള്ളിയിലും മത്സരിക്കാനാണ് സാധ്യത. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശദമായി വിലയിരുത്തും. ശേഷം കേന്ദ്രം അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രമായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. അതേസമയം കൂടുതൽ ചർച്ചകൾക്കായി പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കാൻ പ്രചാരണ ഗാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഹിറ്റ് ഗാനങ്ങളുടെ ഇനത്തിലാണ് മുന്നണികൾക്ക് വേണ്ടി പ്രചാരണ പാരഡി ഗാനങ്ങൾ ഇറങ്ങുന്നത്. വർഷങ്ങളായി പാരഡി ഗാന രംഗത്ത് സജീവമായ അബ്ദുൽ ഖാദർ കാക്കനാടാണ് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. സോളാർ തന്നെയാണ് ഇടത് പ്രചാരണ ഗാനത്തിൽ വിഷയമായിരിക്കുന്നത്. കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങൾ ജനപ്രിയ സിനിമാ ഗാനത്തിന്റെ ഇനത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. സോളാർ എന്നാൽ എന്താണ് പെണ്ണേ, അത് അഴിമതിയുടെ കൂടാണ് മോനെ. പാർക്കോഴ എന്നാൽ എന്താണ് പെണ്ണേ, അത് കോടി മുക്കിയ കളിയാണ് മോനെ. കട്ടുമുടിച്ചൊരു നാടാണ്, ജനം പെട്ടുകിടക്കണ നാടാണ്. UDFന് വേണ്ടി വികസന നേട്ടങ്ങളാണ് മറ്റൊരു ചലച്ചിത്ര ഗാനത്തിന്റെ ഈണത്തിനൊത്ത് എഴുതിയിരിക്കുന്നത്. പൊന്നിൻ വിലയുള്ളൊരോട്ട് അത് ഐക്യമുന്നണിക്കേക്. 18 വർഷമായി പാരഡി ഗാനരംഗത്ത് സജീവമായ അബ്ദുൽ ഖാദർ കാക്കനാട് പക്ഷഭേദമില്ലാതെയാണ് മുന്നണികൾക്ക് വേണ്ടി പ്രചാരണ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇപ്രാവശ്യം ഇലക്ഷനും വളരെ ചൂടേറിയ വിഷയമാണ് സോളാർ. അപ്പോൾ ആ പാട്ട് ഞങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കണോ അവർക്കെതിരായിട്ട് പാട്ട് എഴുതാനാണ് ഏറ്റവും എളുപ്പം. NH ഷബീർ, CH ഫഹദ്, ലിജി ഫ്രാൻസിസ് എന്നിവരാണ് ഗായകർ. കൈപ്പത്തി കാട്ടിക്കൊണ്ട് അരിവാളും എന്തിക്കൊണ്ട് 5 കൊല്ലം വീതം മാറി ഭരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദുഃഖവെള്ളി ദിനാചരണത്തിന്റെ ഭാഗമായി മാർ ക്ലിമീസ് കാതോലിക്ക ബാവ വിശ്വാസികളോട്
അഭിസംബോധന ചെയ്യുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അവിടുന്ന് വ്യക്തമായി പഠിപ്പിച്ചു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവന് ഈ ഭാഗ്യം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ലോകത്തോട് പല പ്രാവശ്യം ആവർത്തിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തി, ക്രിസ്ത്യാനിറ്റി ഹാസ് ഓൾവേസ് ബീൻ എ മൈനോറിറ്റി. യേശുക്രിസ്തുവിന്റെ അനുയായികൾ എന്നും ഒരു ചെറിയ വിഭാഗമായിരുന്നു. ജനസംഖ്യാപരമായ ക്രിസ്തുമതത്തിലെ എണ്ണം മാർപ്പാപ്പ തിരുമേനി ഓർമ്മപ്പെടുത്തിയതല്ല. പരിശുദ്ധ പിതാവ് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ഹാസ് ഓൾവേസ് ബീൻ എ മൈനോറിറ്റി. യേശുവിൽ വിശ്വസിക്കുന്നവര്, യേശുവിൽ ജീവിക്കുന്നവരുടെ എണ്ണം എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ കാലത്തും ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു. നമ്മുടെ ഇടയിൽ നാം യേശുവിൽ വിശ്വസിക്കുന്നെങ്കിലും അവന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ, അവനോടൊപ്പം കുരിശിലേറുവാൻ, അവനോടൊപ്പം കുരിശിൽ നിന്ന് വിടുവിക്കപ്പെട്ട മഹത്വത്തിൽ പ്രവേശിക്കുവാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ മാത്രം അവന്റെ പിതാവിന്റെ രാജ്യത്ത് നമുക്ക് പ്രവേശനം ലഭിക്കും. കുരിശിന്റെ വഴി ഖബറിന്റെ മുൻപിൽ അവസാനിക്കുന്നില്ല. കുരിശിന്റെ വഴി സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടം തുറക്കുന്നത് നമ്മെ കാണിക്കുന്ന ദൃശ്യത്തിൽ എത്തിച്ചേർക്കും. കുരിശിന്റെ വഴി ഒരു ത്യാഗത്തിന്റെ വഴിയിലൂടെ നടന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി കുരിശിലേറി. ആയതിനാൽ ദൈവപിതാവ് മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. ഈ കുരിശിന്റെ വഴി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ആത്മസമർപ്പണത്തിലേക്ക് വരാം. ഇതൊരു ഭക്തകൃത്യമായി നാം കാണുമ്പോൾ മണിക്കൂറിനുള്ളിൽ ഈ ഭക്തകൃത്യം അവസാനിക്കും. എനിക്ക് വേണ്ടി ദൈവപിതാവ് നൽകിയ, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവപിതാവ് നൽകിയ രക്ഷയുടെ ഈ ആൾ രൂപത്തെ അനുകരിപ്പാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും സന്നദ്ധരായി നാം രൂപപ്പെടണം. അതിന് ഈ കുരിശിന്റെ വഴി നമ്മെ സ്പർശിക്കണം, നമ്മെ പിടിച്ചുലയ്ക്കണം, നമ്മെ സ്വാധീനിക്കണം, നമ്മെ കഴുകി വെടിപ്പാക്കണം, നമ്മെ ശുദ്ധീകരിക്കണം. അതിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുരിശിന്റെ വഴി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ നടന്ന യാത്രയിലെ സുപ്രധാനമായ ഓർമ്മപ്പെടുത്തലിന്റെ വഴിയാണ്. അവന്റെ വഴി ത്യാഗത്തിൻ്റെയും ത്യാഗം നൽകിയ മഹത്വത്തിൻ്റെയും വഴിയെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ നമ്മോട് ആത്മവിശ്വാസം വർദ്ധിപ്പാൻ, പ്രത്യാശ വർദ്ധിപ്പാൻ അമ്മ തന്നോട് ദൈവപിതാവിന്റെ പക്കൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോൾ നമ്മോടായി പറഞ്ഞു, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് തന്റെ കാരുണ്യം വർഷിക്കും. 5 വർഷത്തെ UDF ഭരണത്തിൽ KSRTCയുടെ കടക്കണി 3 ഇരട്ടി വർദ്ധിച്ചതായി കണക്കുകൾ. 5 വർഷത്തിനിടെ 3-ലധികം തവണ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടും ടിക്കറ്റ് സെസ് ഏർപ്പെടുത്തിയിട്ടും KSRTCയുടെ വരുമാനം ഉയർത്താനായിട്ടില്ല എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ദേശസാൽകൃത റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാത്തതുമാണ് KSRTCയുടെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന KSRTCക്ക് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ് ഉണർവുണ്ടായിരുന്നത്. അന്ന് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കിയും ദേശസാൽകൃത റൂട്ടുകൾ KSRTCക്ക് മാത്രമായി മാറ്റിയും വരുമാനം വർദ്ധിപ്പിച്ച KSRTCയുടെ കടക്കണി കുറച്ചുകൊണ്ടുവരികയായിരുന്നു. എന്നാൽ 5 വർഷത്തെ UDF ഭരണത്തിൽ KSRTCയുടെ കടക്കണി 3 ഇരട്ടി കൂടിയതായാണ് കണക്കുകൾ പറയുന്നത്. ഹഡ്കോയ്ക്കുള്ള കടം 2011 64.68 കോടിയായിരുന്നു. പക്ഷേ 2015 അത് 179.64 കോടിയായി. 762.68 കോടിയാണ് 2011 KTDFCയുടെ കടം. എന്നാൽ 2015 ആയപ്പോൾ അത് 435.63 കോടിയായി. ഇത്തരത്തിൽ വിവിധ കടങ്ങൾ നോക്കുമ്പോൾ 2011
893 കോടിയായിരുന്ന ആകെ കടം 2015 ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തിറങ്ങുമ്പോഴേക്കും 2343.79 കോടിയായി മാറിയിരിക്കുന്നതാണ് വസ്തുത. 2006-2011 കാലത്ത് 2904 ബസ്സുകൾ പുതുതായി നിരത്തിലിറക്കിയപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് ആകെ പുറത്തിറക്കിയ പുതിയ ബസ്സുകൾ വെറും 1697. കട്ടപ്പുറത്തായ ബസ്സുകളുടെ എണ്ണം കൂടിയതും ശമ്പളവും പെൻഷനും തുടർച്ചയായി മുടങ്ങിയതും പെൻഷൻ കുടിശ്ശിക വരുത്തിയതും UDF സർക്കാരിലെ വിവിധ KSRTC മന്ത്രിമാരുടെ ഭരണമികവായി ചൂണ്ടിക്കാട്ടുന്നു. KSRTCയുടെ സ്വന്തമായിരുന്ന ദേശസാൽകൃത റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകാനും UDF സർക്കാർ മറന്നില്ല. 4.5 വർഷത്തിനിടയിൽ യാത്രാനിരക്ക് 3 തവണ കൂട്ടിയിട്ടും ടിക്കറ്റിന് സെസ് ഏർപ്പെടുത്തിയിട്ടും KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ UDF സർക്കാരിനായില്ല എന്നതും കണക്കുകൾ വിശദമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രയാണം നടത്തുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. അപരാധിയായി വിധിച്ചു കൽമഷം കലരാ